ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിലേക്ക് അതായത് ITBP-യിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടി ഉടനടി ക്ഷണിക്കാൻ പോകുന്നുണ്ട്. അതിൻ്റെ ഷോർട്ട് നോട്ടീസ് ഹെഡ് കോൺസ്റ്റബിൾ തസ്തികയിലേക്കുള്ള ഷോർട്ട് നോട്ടീസ് ഇപ്പോൾ നമ്മുടെ ITBP റിലീസ് ചെയ്തിട്ടുണ്ട്. സോ മാക്സിമം യോഗ്യതയുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നമുക്ക് വന്നിട്ടുള്ള ഈ റിക്രൂട്ട്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ പുതിയൊരു ഷോർട്ട് നോട്ടീസ് കൂടി ഇപ്പോൾ ITBP ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് റിലീസ് ചെയ്തിട്ടുണ്ട്. മിനിസ്ട്രി ഓഫ് ദി ഹോം അഫയേഴ്സിൻ്റെ കീഴിൽ വരുന്ന പാരാമിലിറ്ററി ഫോഴ്സിൽ ഉൾപ്പെട്ടിട്ടുള്ള നമ്മുടെ ITBP ആണ് പുതിയൊരു ഷോർട്ട് നോട്ടീസ് കൂടി ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത്. ഇതിനു മുൻപ് മറ്റൊരു സബ് ഇൻസ്പെക്ടർ ASI തുടങ്ങിയ തസ്തികേൻ്റെതും റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ITBP-ൻ്റെ ഒരുപാടധികം അവസരങ്ങൾ മുന്നോട്ട് വരാനിരിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല ഇനിയും നമുക്ക് അവസരങ്ങൾ പ്രതീക്ഷിക്കാം എന്നർത്ഥം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും റിക്രൂട്ട്മെന്റ് ഫോർ ദി പോസ്റ്റ് ഓഫ് ഹെഡ് കോൺസ്റ്റബിൾ എഡ്യൂക്കേഷനും ഉണ്ട്, അതുപോലെ തന്നെ സ്ട്രെസ് കൗൺസിലർ പോസ്റ്റും ഉണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക. 2024 നോട്ടിഫിക്കേഷനാണ് വരാൻ പോകുന്നത്. ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഇന്ത്യൻ സിറ്റിസൺസ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽസിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കുമെന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. ഹെഡ് കോൺസ്റ്റബിൾ തസ്തികയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഹെഡ് കോൺസ്റ്റബിൾ 112ഓളം ഒഴിവുകളിലേക്ക് മെയിൽ ആൻഡ് ഫീമെയിൽസിന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേക്കൻസി 96, 16 എന്നീ നിലകളിലാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എല്ലാ കാറ്റഗറിയിലേക്കും വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വേക്കൻസി ടെൻറ്റേറ്റീവ് ആണ്, കൂടാം കുറയാം. ഇതിനുള്ള സാഹചര്യം നമുക്ക് അതായത് കൂടുവാനും കുറയാനുമുള്ള കാര്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഇതിന് അപേക്ഷിക്കേണ്ട ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 20 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. SC, ST, OBCക്ക് പ്രായത്തിൽ റിലാക്സേഷനും ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഇതിന് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള യോഗ്യത നോക്കുകയാണെങ്കിൽ ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഓർ ഇക്വാലന്റ് വിത്ത് സൈക്കോളജി ഹാസ് എ സബ്ജക്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. സൈക്കോളജിയിൽ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഡിഗ്രി ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് ബാച്ചിലർ ഓഫ് എഡ്യൂക്കേഷൻ ഓർ ബാച്ചിലർ ഓഫ് ടീച്ചിങ്ങിലുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഇക്വാലൻ്റ് ഉള്ളവർക്ക് അപേക്ഷിക്കാമെന്ന് പറയുന്നുണ്ട്. ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. then ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇതിൻ്റെ വെരിഫിക്കേഷൻ ഓഫ് ഡോക്യുമെന്റ്, റിട്ടൺ എക്സാമിനേഷൻ, ഡീറ്റെയിൽ മെഡിക്കൽ എക്സാമിനേഷൻ, ഇതാണ് ഇതിൻ്റെ ഒരു സെലക്ഷൻ്റെ ഒരു ഘട്ടമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ അതിൻ്റെ മുകളിലായിട്ട് ഇവിടെ കാണാൻ സാധിക്കും ഇത് സെലക്ഷൻ പ്രോസസ് വിൽ ബി കൺസിസ്റ്റ് ഓഫ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്. ആദ്യം ഫിസിക്കൽ ആയിരിക്കും, പിന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്, എന്നിട്ട് വെരിഫിക്കേഷൻ ഓഫ് ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ്, എന്നിട്ടാണ് പരീക്ഷ വരുന്നത്, പിന്നെയാണ് മെഡിക്കൽ എക്സാമിനേഷൻ വരുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ആദ്യം ഫിസിക്കലാണ് നടക്കുക എന്ന് പ്രത്യേകം ഓർത്തിരുന്നേക്കുക. ദെൻ ഇതിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് എന്താണ്, ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് ഓൺലൈൻ ആപ്ലിക്കേഷൻ വിൽ ബി ഓപ്പൺ 7 ജൂലൈ ആണ്. 7 ജൂലൈയിൽ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൂടി റിലീസ് ചെയ്യും. അന്നേരം ആ സമയത്ത് നമ്മൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ, ഫിസിക്കൽ ടെസ്റ്റ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഒരു വീഡിയോ ചെയ്യാം. 7 ജൂലൈ മുതൽ 2024 7 ജൂലൈ മുതൽ ഏകദേശം നിങ്ങൾക്ക് 5 ഓഗസ്റ്റ് 2024 വരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപേക്ഷ ഉടനെ തുടങ്ങാൻ പോകുന്നൊരു നോട്ടിഫിക്കേഷനാണിത്. അപ്പോൾ ഈ പറഞ്ഞ യോഗ്യതയുള്ള നിരവധി ഉദ്യോഗാർത്ഥികൾ നമ്മളെ ഇടയിലുണ്ടാവും. ബാച്ചിലർ ഓഫ് ടീച്ചിങ് ഉള്ളവരുണ്ടാവും, എഡ്യൂക്കേഷനിലുള്ള ഡിഗ്രിയൊക്കെ ഉള്ളവരുണ്ടാവും, അതുപോലെ സൈക്കോളജിയിലുള്ളവരുണ്ടാവും. അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപേക്ഷാ ഫീസ് 100 രൂപയുണ്ട്. SC, ST, ഫീമെയിൽസ് ഒന്നും അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ട കാര്യമില്ല എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. സോ ഇതിൻ്റെ ബാക്കിയുള്ള അപ്ഡേറ്റ്, ഫർദർ അപ്ഡേറ്റ് കൃത്യമായിട്ട് എത്തിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഈ കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക.